നമസ്കാരം. വെൽക്കം ടു വെൽത്ത് വിത്ത് സൗമി. ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളത്. ഇതിൽ ഏതാണ് ബെറ്റർ റിട്ടേൺ നൽകുന്നത് എന്നുള്ളതല്ല, നിങ്ങളുടെ ലോങ് ടേം ഫിനാൻഷ്യൽ ഗോൾസിനും റിസ്ക് അപ്പറ്റൈറ്റിനും ഏതാണ് സ്യൂട്ടബിൾ എന്നതാണ് ഇവിടുത്തെ യഥാർത്ഥ ക്വസ്റ്റ്യൻ. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ, നമ്മൾ ഒരു വീട് വെക്കുന്നതാണ്. വീട് വെക്കുന്ന സമയത്ത് നമുക്കതൊരു കോൺട്രാക്ടർ ത്രൂ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും. കോൺട്രാക്ടർ ത്രൂ ചെയ്യുന്നത് പോലെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ സ്റ്റോക്സ് വാങ്ങുമ്പോൾ. ഇതിന് രണ്ടിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. കോൺട്രാക്ടർ ത്രൂ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു എക്സ്പെർട്ടൈസ് അവൈലബിൾ ആണ്. നമ്മൾക്ക് അതിനകത്ത് റെഗുലർ ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ സമയവും എഫേർട്സും കുറച്ച് അതിനകത്ത് ഉപയോഗിച്ചാൽ മതി. അതേ സമയത്ത് നമ്മൾ തനിയെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് കൂടുതലായിട്ട് മോണിറ്റർ ചെയ്യണം, പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ സമയവും നമ്മൾ പലയിടത്തു നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അത് മോണിറ്റർ ചെയ്യണം. പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് അതിനകത്ത് റെസ്പോൺസിബിൾ ആവുകയും ചെയ്യും. മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്സും തമ്മിൽ പ്രധാനമായിട്ട് 3 ഡിഫറൻസ് ആണ് ഉള്ളത്. ആദ്യത്തേത് ഓണർഷിപ്പ്, രണ്ടാമത്തേത് റിസ്ക്, മൂന്നാമത്തേത് മാനേജ്മെന്റ്. ഓണർഷിപ്പിൽ കമ്പനിയിൽ സ്റ്റോക്ക് വാങ്ങുന്നത് വഴി നമുക്ക് അതിന്റെ ഒരു ഉടമസ്ഥാവകാശമാണ് ലഭിക്കുന്നത്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെയല്ല. കാരണം മ്യൂച്വൽ ഫണ്ടിൽ മൾട്ടിപ്പിൾ അസറ്റ്സ് ഗ്രൂപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഓണർഷിപ്പ് ലഭിക്കുന്നില്ല. രണ്ടാമത്തത് റിസ്ക്. സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് കൂടുതലാണ്. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മൾട്ടിപ്പിൾ അസറ്റ്സ് ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി റിസ്ക് സ്പ്രെഡ് ആവുന്നു. അപ്പോൾ മോഡറേറ്റ് റിസ്ക് ആയിരിക്കും മ്യൂച്വൽ ഫണ്ട്സിലുള്ളത്. മൂന്നാമത്തത് മാനേജ്മെന്റ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സെൽഫ് മാനേജ്ഡ് ആയിരിക്കും. നമ്മൾ തന്നെ അത് മാനേജ് ചെയ്യേണ്ടിയും സെലക്ട് ചെയ്യേണ്ടിയും വരും. അതേ സമയത്ത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പ്രൊഫഷണൽ മാനേജറുടെ ഫണ്ട് മാനേജറുടെ എക്സ്പെർട്ടൈസ് നമുക്ക് കിട്ടുന്നു. നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് പ്രൊഫഷണൽ മാനേജ്മെന്റ്. ഡൈവേഴ്സിഫിക്കേഷൻ. SIP വഴി ചെറിയ എമൗണ്ടിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ദിവസവും മാർക്കറ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ബിഗിനേഴ്സിന് ഇത് വളരെ സ്യൂട്ടബിൾ ആണ്. സ്റ്റോക്സിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ശരിയായ കമ്പനികൾ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, റൈറ്റ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ മികച്ച റിട്ടേൺസ് കിട്ടും. ഡിവിഡൻഡ് ഇൻകം ലഭിക്കാം, ബോണസ് ഷെയർസ് ലഭിക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ നിങ്ങളുടെ പേസിൽ എടുക്കാനായിട്ട് കഴിയും. ആരാണ് മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കേണ്ടത്? ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾ പുതിയ ആളാണെങ്കിൽ, അതുപോലെ തന്നെ മാർക്കറ്റ് റിസർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല, മാസം തോറും ചെറിയൊരു SIP-യിലൂടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, കുറഞ്ഞ സ്ട്രെസ്സിൽ നിങ്ങൾക്ക് വെൽത്ത് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. സ്റ്റോക്സ് ആർക്കൊക്കെയാണ് സ്യൂട്ടബിൾ ആവുന്നത്? കമ്പനികളെ കുറിച്ച് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ചെറിയ രീതിയിൽ അതായത് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഫിനാൻഷ്യൽ റേഷ്യോസ് ഉള്ളവരാണെങ്കിൽ, മാർക്കറ്റ് വോളറ്റാലിറ്റി കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ, മുമ്പ് പറഞ്ഞതുപോലെ ഇമോഷണലി ഡിസിഷൻസ് എടുക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് അനുയോജ്യമായിരിക്കും. നമ്മൾ ആദ്യം തുടങ്ങിയ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ പോകാം. ഏതാണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ? ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എപ്പോഴും റിസ്ക് ബാലൻസ് ചെയ്യുന്നതായിരിക്കും. അതായത് തുടക്കക്കാരാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് കൂടുകയും നിങ്ങളുടെ അറിവ് കൂടുകയും അനുസരിച്ച് നിങ്ങൾ സ്റ്റോക്കിലേക്കും ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. ആസ് യു ഗ്രോ ഫർദർ, allocate your funds into both the categories. Thank you for watching. If you find the content useful, please subscribe and share. See you again with another video.